അടിപൊളി മുട്ടക്കറി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1.5 കപ്പ് തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരുംജീരകവും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുകിട്ട് പൊട്ടിയതിനു ശേഷം ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പൊ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി നമുക്ക് അരപ്പിനൊപ്പം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് ഇതൊന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് അടച്ചു വെക്കണം. 2 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ വെള്ളം തിളച്ച് വരും. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. ഇപ്പൊ നമ്മൾ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓരോന്നും നമുക്ക് ഈ വെള്ളത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ സ്പൂൺ ഇളക്കാൻ പാടില്ല. ഇത് ഇളക്കാതെ തന്നെ നമുക്കൊന്ന് അടച്ചു വെച്ച് ഇത് നല്ല രീതിയിൽ വെന്തതിന് ശേഷം മാത്രം നമ്മൾ ഇളക്കിയാൽ മതി. തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. പത്തിരിയുടെ ഇടിയപ്പത്തിനൂടെ കഴിക്കാൻ ഒരു അടിപൊളി കറിയാണ്. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുട്ട റെഡിയാക്കിയിട്ട് മീൻ നമുക്ക് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അരപ്പൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. നല്ല തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിരിഞ്ഞ പോലാവും. ഇനി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ.